ഹരേ രാമ ഹരേ കൃഷ്ണ. നമ്മളിന്ന് വന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ പള്ളിപ്പാന നടക്കാൻ പോവുക. അത് 12 വർഷം ഒരിക്കൽ നടത്തുന്ന ഒരു പൂജാവിധി. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റോളും എക്സിബിഷനും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു പൂജയാണ്. അപ്പോൾ 12 കളഭം, എല്ലാ വർഷവും ഇവിടെ കളഭം നടക്കും. അപ്പോൾ 12 കളഭം കഴിയുമ്പോൾ പള്ളിപ്പാന നടത്തുന്നത്. അപ്പോൾ 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു പൂജാവിധിയാണ്. പക്ഷേ ഇപ്പോൾ ക്ഷേത്രത്തിൽ പണ്ട് നടന്ന പൂജകളുടെ ഫോട്ടോസൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൂജയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എല്ലാം ഫോട്ടോ ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു എക്സിബിഷനും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണം. നമ്മുടെ അമ്പലക്കുളം സൈഡിലാണ് നമ്മുടെ എക്സിബിഷൻ വെച്ചിട്ടുള്ളത്. നമുക്കിനി ഉള്ളിൽ പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നതിൻ്റെ വലിയ ഫ്ലെക്സ്, അതിൽ അമ്പലത്തിൻ്റെ മാപ്പായിട്ട് വലിയൊരു ഫോട്ടോ ഉണ്ട്. താഴെ നമ്മുടെ അമ്പലത്തിൻ്റെ ഹിസ്റ്ററി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പള്ളിപ്പാനയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ നമ്മുടെ എക്സിബിഷന് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ഉള്ളിൽ കയറി കാണാം. അപ്പോൾ നമ്മൾ ആദ്യം നേരെ കയറി വരുമ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ ഫോട്ടോയാണ്, നമ്മുടെ തിരുവാഭരണം എല്ലാം ചാർത്തിയ ഫോട്ടോ കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എക്സിബിഷനിലുള്ള സാധനങ്ങളൊന്നും തൊടല്ലെന്ന് ഇവരെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ ഈ പന്തൽ, ഇതുപോലെ പന്തൽ കെട്ടും ഈ പള്ളിപ്പണ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പാറ, അങ്ങനെ പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം ലിസ്റ്റുണ്ട്. എല്ലാം നിങ്ങളെ കാണിക്കാം, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇവിടെ ഈ പള്ളിപ്പാനയുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ ഫോട്ടോയിലായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിത് 1 by 1 ആയിട്ട് ഞാൻ കാണിക്കാം. ഈ 12 ദിവസം ഓരോ ദിവസം എന്താ പൂജ ചടങ്ങുകൾ നടത്തുന്നതെല്ലാം ഇവരുടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഹിസ്റ്ററി ഓഫ് പള്ളിപ്പാന. 12 കളഭം കൂടുമ്പോൾ ഒരു പള്ളിപ്പാന, 12 പള്ളിപ്പാന കൂടുമ്പോൾ ഒരു വിജയബലി. 1 in 144 years. അപ്പം 114 വർഷം കൂടുമ്പോൾ ഒരു വിജയബലിയുണ്ട്. പള്ളിപ്പാനയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിജയബലിയൊക്കെ ഇവിടെ വന്ന് വായിച്ചറിയുമ്പോൾ അതിൻ്റെ എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് അറിയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സമയം കിട്ടി ഒന്ന് വന്ന് നോക്കണം. ഇവിടുത്തെ എക്സിബിഷൻ നമുക്ക് കൂടുതൽ ഇതിനെ പറ്റി അറിയാൻ പറ്റും. നമ്മുടെ സംസ്കാരം, നമ്മുടെ ഐതിഹ്യങ്ങളെല്ലാം നമുക്ക് വായിച്ചറിയാൻ പറ്റും. ഇവിടുത്തെ ഡിസ്പ്ലേ വെച്ച ഇൻഫർമേഷൻ എല്ലാം ഞാൻ മെല്ലെ വീഡിയോ എടുത്ത് കാണിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ വായിച്ചെടുത്തോളൂ. നേരിട്ട് വന്ന് കാണുന്നതായിരിക്കും ഉത്തമം. എന്നാലും ഇപ്പോൾ വരാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ മെല്ലെ ഓടിച്ചിട്ട് മെല്ലെ വീഡിയോ എടുത്ത് കാണിക്കാൻ നോക്കാം.
സ്കൂളിൽ നിന്ന് കുഞ്ഞു പിള്ളേരെ വന്നിട്ടുണ്ട് എക്സിബിഷൻ കാണാൻ. അപ്പോൾ ഇവരൊക്കെയാണ് ഈ നമ്മുടെ എക്സിബിഷൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് തന്നവർ. അപ്പോൾ ഇവർക്കൊരു താങ്ക് യു. കുറച്ച് ഇൻഫർമേഷൻ നമുക്കും കിട്ടി ഇവർ മുഖാന്തരം. നമ്മുടെ പള്ളിപ്പാനയ്ക്ക് മുമ്പ് നടക്കുന്ന ചടങ്ങുകളെല്ലാം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുൻകൂട്ടായിട്ട് നടത്തുന്ന ചടങ്ങുകളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഷെയർ ചെയ്തേക്കണേ, പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു ഫോർ വാച്ചിങ്.